രാഹുൽ ഗാന്ധി അവിടെ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം കൊണ്ടുവന്ന് ബീഹാറിൽ ഇങ്ങനെ ഒരു വലിയ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ടർ പട്ടികയുടെ സൂക്ഷ്മത, കൃത്യത എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാകുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് അത്ര എളുപ്പമായില്ല BJPക്ക്. അവർ പുതിയ ഏർപ്പാട് ഉണ്ടാക്കേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തന്നെ അതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട്. കാരണം നമുക്ക് നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നമ്മുടെയൊക്കെ ഫ്ലാറ്റുകളിൽ കൃത്യമായി വോട്ട് ചേർക്കൽ പരിപാടികളിലേക്കൊക്കെ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ കടന്നിട്ടുണ്ട്. മാത്രമല്ല ഫ്ലാറ്റുകളിലുള്ള വോട്ടുകൾ തന്നെയാണോ പോൾ ചെയ്യുന്നതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഫ്ലാറ്റുകളിലെ വോട്ട് ചേർക്കൽ എല്ലാ പാർട്ടികളും വളരെ സജീവമായി ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വളരെ സജീവമായി എന്നായിരിക്കും. അതെ. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലോടെ രാജ്യവ്യാപക ചർച്ചയായ വോട്ട് കൊള്ള ആരോപണം LDFും UDFും തൃശ്ശൂരിലും ശക്തമായി ഉയർത്തിയിരുന്നു. ഈ ആരോപണത്തിലെ വസ്തുതയാണ് ന്യൂസ് മലയാളം തെരഞ്ഞത്. കണ്ടെത്തിയ കാര്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ ആശങ്കയ്ക്ക് വകവെക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽ മുഴുവൻ ഞങ്ങൾ സംപ്രേഷണം ചെയ്ത വാർത്താ ദൃശ്യങ്ങൾ സ്വയം സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. ന്യൂസ് മലയാളത്തിൻ്റെ സാമൂഹിക മാധ്യമ പേജുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച കമൻറ്റ് കേരളത്തിലും ഈ വിധം നടക്കുന്നുവോ എന്നാണ്. ഇത്രയൊന്നും സാമൂഹിക രാഷ്ട്രീയ ജാഗ്രതയില്ലാത്ത ദേശങ്ങളിൽ എന്താകും നടക്കുന്നത് എന്ന ആശങ്കയും പ്രേക്ഷകർ കമൻറ്റ് ബോക്സുകളിൽ ആവർത്തിക്കുന്നു. എന്തായാലും ഞങ്ങളുടെ അന്വേഷണത്തിൽ വെളിപ്പെട്ട വിവരങ്ങൾ ഒരു വസ്തുതാന്വേഷണ റിപ്പോർട്ടിൻ്റെ സകല ഗൗരവത്തോടെയും ഉത്തരവാദിത്തോടെയും ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ്. ശേഷം സംവിധാനങ്ങൾ അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ.